നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എല്ലാ കൂട്ടുകാർക്കും വളരെയധികം ഉപകാരിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മളെ ചൂഷണം ചെയ്യാൻ പറ്റുകയും ചേർന്ന ഒരാൾക്കാരാണ് കേബിൾ ഓപ്പറേറ്റേഴ്സും അതുപോലെ തന്നെ DTHന്റെ ആൾക്കാരും. അതായത് ചിലപ്പോൾ നമുക്ക് അറിയിക്കപ്പെട്ട ചാനലുകൾ തരാതിരുന്നിട്ടുണ്ട്, ചിലപ്പം എക്സ്ട്രാ ചില ചാനലുകൾക്കൊക്കെ ആഡ് ചെയ്യുന്നതിന് ഒരുപാട് പൈസ നമ്മുടെ നിന്നൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ട്രൈ പുതിയൊരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ കേബിൾ ഓപ്പറേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ DTHകാരുടെ ഫുൾ വിവരങ്ങൾ നമുക്കും കിട്ടുന്ന രീതിക്ക് പരിപാടികളെല്ലാം ഒന്ന് സുതാര്യമാക്കിക്കൊണ്ട് ട്രൈ നല്ലൊരു കാര്യം ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നല്ലൊരു ആപ്ലിക്കേഷൻ ഇറക്കിയിരിക്കുകയാണ്. അപ്പം ട്രൈ വളരെ അപൂർവമായി ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉപയോഗം, എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഒന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ദിവസവും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് മുടങ്ങാതെ വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തെത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് ഏതൊക്കെ ചാനലുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കും, ഏതൊക്കെ ചാനലുകൾ എത്ര രൂപയാണ് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ചാനലുകൾ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് കാണിച്ചു തരും. അത് നമുക്ക് നമ്മുടെ ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് എക്സ്ട്രാ ചാനലുകൾ എടുക്കണമെങ്കിൽ എത്ര രൂപ വരും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട്. അതിപ്പോൾ ഏതൊരു ഓപ്പറേറ്ററുടെ കീഴിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും അറിയാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും മലയാളികളുടെ എല്ലാവരുടെയും ഫോണിൽ വേണ്ട ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വന്നത്. എനിക്കൊന്നും ഒരുപാട് ആൾക്കാരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചാനലുകൾ നിങ്ങളുടെ ഇതിലോട്ട് ആഡ് ചെയ്യാനും ചാനൽ കട്ട് ചെയ്യാനും നിങ്ങൾക്ക് കിട്ടാതെ ഇരിക്കുന്ന ഫ്രീ ചാനലുകൾ, ഇപ്പോൾ ഒരുപാട് ഫ്രീ ചാനലുകളുണ്ട്, നല്ല ചാനലുകളുണ്ട്, നമുക്ക് പല കണക്ഷനുകാരും അല്ലെങ്കിൽ പല പ്രൊവൈഡർമാരും തരാത്തതുണ്ട്. അതൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് കണ്ടുപിടിക്കാനും അത് ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഇനി മുതൽ DTHകാർക്കൊന്നും നമ്മളെ പറ്റിക്കാനായിട്ട് സാധിക്കില്ല. ഇത് വെച്ച് നമുക്ക് എല്ലാ വിവരങ്ങളും കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. അതുപോലെ ചാനൽ കട്ട് ചെയ്യുക വഴി, ആവശ്യമില്ലാത്ത നമ്മൾ കാണാത്ത ചാനൽ കട്ട് ചെയ്യുക വഴി നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാനും ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക, മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് എങ്ങനെ ഷോപ്പ് ചെയ്യാമെന്ന്. അപ്പം ആ ഒരു ആപ്ലിക്കേഷൻ 100% വർക്ക് ആവുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് കൂടി താഴെ കൊടുത്തേക്കാം ആ വീഡിയോയുടെ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. 100% നിങ്ങൾക്ക് വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ ഫ്രീ ആയിട്ട് വാങ്ങാനായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ മുഖേന സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കൂടെ അതൊന്നും ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇന്നത്തെ ഗീവ്അവേയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ കണ്ടുപിടിച്ച ആരാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുന്നതിൻ്റെ കൂടെ തന്നെ അയക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ചോദ്യം കൂടെ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഫോണിലോട്ട് പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെന്നും ആപ്ലിക്കേഷൻ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നും കണ്ട് മനസ്സിലാക്കാം. നമ്മൾ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്ക് എല്ലാ DTHൻ്റെയും കേബിളിൻ്റെയും കാര്യങ്ങളുടെ എല്ലാം കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ചില പർട്ടിക്കുലറായ ചില കണക്ഷൻ കാര്യങ്ങളില്ല. അപ്പോൾ നിങ്ങൾ താഴെ അതിന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതും കൂടിയും കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഇതിൻ്റെ ID നമ്പറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനായിട്ട് ചോദിക്കും. അപ്പോൾ ഞാനിവിടെ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ DTH കണക്ഷൻ എടുത്തിരിക്കുന്ന ഒരു നമ്പർ ഞാനിവിടെ കൊടുക്കുകയാണ്. രജിസ്റ്റേർഡ് നമ്പർ തന്നെ കൊടുക്കണം, വെറുതെ നമ്പർ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനതിന് കൊടുത്തതിന് ശേഷം മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്കിവിടെ ഒരു OTP വരുന്ന കാണാൻ സാധിക്കും. അപ്പോൾ 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ OTP വരും. അതിന് ശേഷം വെരിഫൈ ചെയ്ത് മുന്നോട്ട് വരിക. മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജിലാണ് വരുന്നത്. അപ്പം ഈ ഒരു പേജിലാണ് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് എൻ്റെ മന്ത്ലി എത്രയാണ് സബ്സ്ക്രിപ്ഷൻ ചാർജ് എന്നും ഇനി എത്ര രൂപ ബാലൻസ് ഉണ്ടെന്നൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ എൻ്റെ ID ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. വ്യൂ മൈ പ്ലാനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലാൻ പ്രകാരമുള്ള ചാനൽ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എൻ്റെ ചാനലുകൾ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് എല്ലാം നമുക്ക് ആഡ് ചെയ്യാവുന്ന ചാനലുകൾ, അതായത് ഉള്ളതിൽ കൂടുതൽ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ചാനലുകളുടെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും ഒരുപാട് ഫ്രീ ചാനലുകൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ അമൃതയൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ എൻ്റെ ഇതിലില്ല, എൻ്റെ ഒരു പാക്കിലില്ല. വേണമെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ചാനൽ കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പാക്ക് എടുത്ത് നമുക്ക് ഏതെങ്കിലും ചാനൽ വേണ്ടെങ്കിൽ അത് ആഡായിരിക്കുന്ന നമുക്ക് റിമൂവ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ ചാനലുകൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പൈസ കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ചാനലുകൾക്ക് മാത്രം പൈസ കൊടുത്ത് കേബിൾ ആണെങ്കിലും DTH ചാനൽ ഉപയോഗിക്കുന്നുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ ട്രൈ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നി. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ചാനലുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപ കൂടുമെന്നൊക്കെ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ്. ഒരുപാട് ഫ്രീ ചാനലുകൾ നമ്മുടെ
ഇവർ തരാത്തൊക്കെ നമുക്ക് ആഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് ഏതെങ്കിലും പെയ്ഡ് ചാനലുകളൊക്കെ ഉണ്ടെങ്കിൽ വേണ്ട എങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാനും സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ ഗീവ് അവേയിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും മാക്സിമം വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ അയക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീൻഷോട്ട് അയക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റിനായ നമ്മുടെ ഗീവ് അവേ എന്നാണ് തീരുന്നത് എന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റിന് ആൻസറും തീർച്ചയായിട്ടും അയക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.